പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിരനേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. യോശുവയോട് ദൈവം പറയുക, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഈ ഉറപ്പ് തരാൻ ആർക്കാ പ്രിയപ്പെട്ടവരെ കഴിയുന്നത്? നമ്മുടെ ദൈവത്തിനല്ലാതെ ഈ ഒരു ഉറപ്പ് പറയാൻ ആർക്ക് കഴിയും? ഈ വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ കരത്തെ പിടിച്ചുകൊണ്ടാ ദൈവം പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. കാരണം എന്താ? ഞാൻ നിന്നെ കൈവിടുകയില്ല. യേശു കർത്താവിൻ്റെ അടുത്ത് വരുന്നവരെ ആരും യേശു കർത്താവ് കൈവിട്ടിട്ടില്ല. എത്രയോ ആളുകളെ കൊണ്ടാണ് യേശു കർത്താവിൻ്റെ അടുത്ത് വന്നത്. എത്രയോ രോഗികളാണ് യേശുവിൻ്റെ അടുത്ത് വന്നത്. ആരെയെങ്കിലും യേശു കൈവിട്ടോ? ആരെ കൈവിട്ടില്ല. യേശുവിൻ്റെ അടുത്തേക്ക് പലരും വരാൻ ശ്രമിച്ചപ്പോൾ ശിഷ്യന്മാരും ആൾക്കാരും ഒക്കെ അതിന് തടയിട്ടതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും യേശു കർത്താവ് അവരെയൊക്കെ വിളിച്ച് യേശു അടുത്ത് കൊണ്ടുവന്ന് സൗഖ്യം കൊടുത്താ വിട്ടത്. അങ്ങനെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. കാരണം എന്തെന്നറിയോ? ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ്. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. പിശാചിന്റെ ആയുധമാണ് നിരാശ. അവൻ നമ്മുടെ ഹൃദയത്തിൽ പല നിരാശകൾ കൊണ്ടുവിടും. വളരെ നമ്മുടെ ചിന്തകൾ കൊണ്ടുവന്നിടും. അത് നമ്മളെ ഡിപ്രഷനിലേക്ക് പോകും. അത് നമ്മെ തളർത്തിക്കളയും, തകർത്ത് കളയും. പക്ഷെ യോശുവയോട് ദൈവം പറയുക, നീ ഈ ജനത്തെ നയിക്കാൻ പോകുമ്പോൾ നീ ഓർത്തുകൊള്ളുക, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കാരണം ഞാൻ നിന്നെ കൈവിടത്തില്ല മോനെ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. നമ്മൾ എന്തുകൊണ്ട് ഉറപ്പ് വേണം? എന്തുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടണം? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പൽക്കാലം ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഏത് പ്രതികൂലത്തെ അതിജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. കാരണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഉറപ്പുണ്ടോ? ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഭർത്യമായി നിലവിളിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഒരു നിമിഷമെങ്കിലും ഈ കർത്താവിനെ ഒന്ന് നിലവിളിക്കാമോ? കർത്താവേ, എനിക്ക് ഉറപ്പ് താ, എനിക്ക് ധൈര്യം താ. ഈ വെള്ളത്തിൽ കൂടെ എനിക്കൊന്ന് യാത്ര ചെയ്യണം. ഈ തീയിൽ കൂടെ കടന്ന് എനിക്ക് അപ്പുറം കടക്കണം. ദൈവമേ, എന്നെ കരുതണമേ, എനിക്ക് ഉറപ്പും ധൈര്യവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. ഈ പകൽക്കാലം ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.